ഇറാൻ ചർച്ച ഉടൻ തന്നെ നടക്കാൻ പോവുകയാണ്. സ്വിറ്റ്സർലൻഡിലാണ് ഈ ചർച്ച നടക്കാൻ പോകുന്നത്. ഇരു രാഷ്ട്രങ്ങളുടെയും പ്രതിനിധികൾ സൂററ്റിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് അജയ് സുധാ ബിജുവാണ് ചേരുന്നത്. അജയ്, 14 നിർദ്ദേശങ്ങൾ, അതേസമയം തന്നെ ആ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടുന്നില്ല എന്നതിൻ്റെ പേരിൽ ഇറാൻ ഹോർമൂസിൽ ഏർപ്പെടുത്തിയിട്ടുള്ള വിലക്ക് ലോകരാഷ്ട്രങ്ങളെല്ലാം ഉറ്റുനോക്കുന്ന ചർച്ചകളിലേക്കാണ് ഇനി കടക്കാൻ പോകുന്നത്. എന്താണ് സാഹചര്യം അജയ്? നിലവിൽ അമേരിക്കയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള JD വാൻസും അതുപോലെ തന്നെ ഇറാന്റെ പ്രതിനിധികളായിട്ടുള്ള അവരുടെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാക്കർ കാലിബാഫും വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചിയും സ്യൂറിച്ചിൽ എത്തിയിട്ടുണ്ട്. ഉടൻ തന്നെ സ്വിറ്റ്സർലൻഡിൽ വെച്ചുള്ള ചർച്ചകൾ നടക്കും എന്നാണ് വിവരമുള്ളത്. ഈ ചർച്ചകളുടെ ഭാഗമായിട്ട് ആദ്യം തന്നെ ചർച്ച ചെയ്യാൻ എടുത്തിട്ടുള്ളത് ലെബനൻ വിഷയമാണ്. മറ്റ് കാര്യങ്ങൾ തീർച്ചയായിട്ടും ചർച്ച ചെയ്യാനുണ്ട്. ഈ ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ വീണ്ടും ഏർപ്പെടുത്തിയിട്ടുള്ള ഉപരോധം, അതുപോലെ തന്നെ ഇറാന്റെ ആണവ പദ്ധതികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. ഇറാന്റെ ആണവ കാര്യങ്ങളിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത് ഇറാനിൽ ഇപ്പോൾ ഉള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം അത് എന്ത് ചെയ്യണം എന്നതിനെ സംബന്ധിച്ചുള്ള വിഷയമാണ്. മറ്റ് ആണവ പദ്ധതികളെല്ലാം താൽക്കാലികമായി നിർത്തിവെക്കുന്നതായിട്ട് ഇറാൻ US-നെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാര്യത്തിൽ മറ്റ് തെറ്റിദ്ധാരണകളോ മറ്റ് തർക്കങ്ങളോ ഒന്നുമില്ല. ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയത്തെ സംബന്ധിച്ച് ഇനിയും ചർച്ച ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ ഹോർമുസ് കടലിടുക്കിലെ ഉപരോധം, ഇറാൻ വീണ്ടും അവിടെ ഉപരോധം കൊണ്ടുവന്നിട്ടുണ്ട്. മാത്രമല്ല ഹോർമുസ് കടലിടുക്കിലുള്ള ഗതാഗതം നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഇറാൻ പുതിയൊരു സമിതിയെ നിയോഗിക്കുകയും ഉൾപ്പെടെ ചെയ്തിട്ടുണ്ട്. ഈ സമിതിയുടെ ആദ്യ നിർദ്ദേശങ്ങളടക്കം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അതനുസരിച്ച് ഈ ഹോർമുസ് കടലിടുക്കിൽ 60 ദിവസത്തേക്കുള്ള യാത്ര സൗജന്യമായിരിക്കും. അതുപോലെ കപ്പലുകൾക്ക് ഇതുവഴി യാത്ര ചെയ്യണമെങ്കിൽ മുൻകൂട്ടി കപ്പൽ പാത ഉൾപ്പെടെ ഇറാന് നൽകണം എന്നുള്ള നിർദ്ദേശങ്ങളടക്കം വന്നിരുന്നു. അപ്പോൾ ഈ 60 ദിവസം അമേരിക്കയുമായി ഏർപ്പെട്ടിട്ടുള്ള ഈ 14 നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഈ 60 ദിവസത്തെ വെടിനിർത്തലുണ്ട്. അപ്പോൾ ഈ 60 ദിവസം കഴിഞ്ഞിട്ട് ഇറാൻ ടോൾ ഏർപ്പെടുത്തുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുമോ എന്നതടക്കമുള്ള ആശങ്കകളുണ്ട്. അപ്പോൾ ആ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിലനിൽക്കെയാണ് ലെബനൻ വിഷയം അമേരിക്കയും അതുപോലെ ഇറാനും ഒരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് ഇപ്പോൾ നിലവിലെടുത്തിട്ടുള്ളത്. ഇസ്രയേൽ ലെബനനിൽ സൈനിക നീക്കം തുടരുന്നത് കാരണം അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ചകൾ വലിയ തോതിൽ പ്രതിസന്ധിയിലായിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം എന്ന് പറയുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു ലെബനനിൽ ഇപ്പോൾ താൽക്കാലികമായി ഒരു വെടിനിർത്തൽ ഓർഡർ ചെയ്തിട്ടുണ്ട് എന്നതാണ്. എന്നാൽ ഇപ്പോഴും പല മേഖലകളിലും സംഘർഷം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വടക്കൻ ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് ആക്രമണമുണ്ട്. അതുപോലെ ഈ ലെബനിൽ ഇസ്രായേലിന്റെ മിസൈൽ ആക്രമണവും ശക്തമാണ്. കഴിഞ്ഞ ദിവസം ഏതാണ്ട് 16 പേർ മേഖലയിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളുണ്ട്. അതുകൊണ്ട് ലെബനന്റെ കാര്യത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കിയിട്ട് മാത്രമേ മറ്റു വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ അനുവദിക്കൂ എന്ന് ഇറാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഇറാന്റെ ആ ആവശ്യം പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ലെബനൻ വിഷയം തന്നെ ആദ്യം ചർച്ചയ്ക്ക് എടുത്തിരിക്കുന്നത്. ഈ പാകിസ്ഥാനും ഖത്തറുമാണ് ഇപ്പോൾ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കുന്നത്. പാകിസ്ഥാന്റെ പ്രതിനിധികളായിട്ട് അവരുടെ ഫീൽഡ് മാർഷലായിട്ടുള്ള അസീം മുനീറും അതുപോലെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫുമാണ് നിലവിൽ സ്യൂറിച്ചിൽ എത്തിയിട്ടുള്ളത്. ഖത്തറിന്റെ ഭാഗത്ത് നിന്ന് ആരൊക്കെയാണ് വരുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. അവരുടെ പ്രതിനിധികളും ഉടൻ തന്നെ സ്യൂറിച്ചിൽ എത്തുമെന്നാണ് വിവരം. അതിനുശേഷം സ്വിറ്റ്സർലൻഡിൽ വെച്ച് ഈ ചർച്ചകളുടെ മറ്റ് കാര്യങ്ങൾ ഉൾപ്പെടെ നടക്കും. ആദ്യം ഈ ലെബനന്റെ വിഷയം കഴിഞ്ഞിട്ടായിരിക്കും മറ്റു വിഷയങ്ങൾ ചർച്ചയിലേക്ക് വരിക. യെസ്, അതാണ് ലോകം ഉറ്റുനോക്കുന്ന ചർച്ചയാണ്. അതായത് സമാധാനം പുലരുന്നു എന്ന സൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നത്. പ്രത്യേകിച്ച് ഇസ്രയേലും ലെബനനും അതായത് ഹിസ്ബുള്ളയും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ ഉണ്ട്. അവിടെയും അത് ലംഘിക്കപ്പെട്ടു എന്ന് ഇറാനും പറയുന്നുണ്ട്. ഹോർമൂസ് കടലിടുക്കിൽ വലിയ വിലക്കാണ്, എല്ലാ കപ്പലുകൾക്കും വിലക്ക് ഏർപ്പെടുത്തിയ സാഹചര്യം കൂടി ആണ് ഉള്ളത്. പശ്ചിമേഷ്യയിൽ സമാധാനം പുലരുമോ? ചർച്ചകൾ ആരംഭിച്ചിട്ട് ദിവസങ്ങളായി. കഴിഞ്ഞ ദിവസവും നമ്മൾ ഇക്കാര്യം സൂചിപ്പിച്ചു. 14 നിർദ്ദേശങ്ങൾ. ഈ നിർദ്ദേശങ്ങളെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നതാണ് സങ്കീർണമാക്കുന്നത്. ഏതെങ്കിലും ഒരു നിർദ്ദേശത്തിൽ നിന്ന് പിന്നോട്ട് പോവുകയോ പാലിക്കപ്പെടാതിരിക്കുകയോ ചെയ്താൽ മറ്റ് നിർദ്ദേശങ്ങളും ലംഘിക്കപ്പെടുന്ന സാഹചര്യം കൂടിയാണ് സൃഷ്ടിക്കപ്പെടുന്നത്.